honorable chief guest Colonel Priya Menon and Mrs. Menon have come. Yay! എന്താണ് ഇത്? ഇവള് ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നു. എന്താ സംഭവം? കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ്സ് കലാപരിപാടികൾ. ഹലോ, ഈ കലാപരിപാടികൾ എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഐറ്റംസ്? പാട്ടുകള്, ഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, യുഗ്മഗാനങ്ങൾ, സമൂഹ ഗാനങ്ങൾ, സോങ്സ്. മറ്റു കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും പാട്ട് വേണം അല്ലേ? പിന്നെ പാട്ട് വേണം. വെരി ഗുഡ്, വെരി ഗുഡ്. ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ്? ഈവൻ മുത്തശ്ശിനും മുത്തശ്ശിക്കും വരെ പങ്കെടുക്കാം. ഓക്കേ, രണ്ടുപേരും ഒരു ഡ്യുവറ്റ് പാർട്ടി ഡാൻസ് ചെയ്യൂ. കം ഓൺ. പിന്നെ ബെസ്റ്റ് പെർഫോമർക്ക് ഒരു പ്രൈസ് ഉണ്ട്. അത് മുത്തശ്ശന്റെ മകൾ തന്നെ ആവട്ടെ. ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് വേണോ? 1000 rupees വേണം. അത് നീയാണ് നിശ്ചയിക്കുന്നത്. അല്ല, ഞാനൊരു സജഷൻ പറഞ്ഞു. വേണ്ട, രണ്ടുപേരും കൂടി വഴക്കൂടണ്ട. 1000 rupees എങ്കിൽ അതെ, ബോറം പരിപാടിയാണെങ്കിൽ കൂവാലോ, അതിന് ടാക്സ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ തന്നാൽ കഴിയുന്ന വിധം ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. നമുക്ക് തുടങ്ങാം. ആരാണ് ആദ്യമായിട്ട് പാട്ട് പാടാൻ മുന്നോട്ട് വരുന്നത്? ഒരു കർട്ടൻ റൈസർ പോലെ മോനായിയുടെ ചെറിയ. അതെ, എന്റെ ഒരു ചെറിയ റൈസർ. പക്ഷെ രവി സാറിനെ സഹായിക്കണം. ഓക്കെ, ആനയെ കാണിച്ചതല്ല മോളെ, ഇനി എലീനെ കാണിക്കാട്ടോ. പൂച്ചകളുടെ ശല്യം സഹിക്കവയ്യാതെ ഒരു പാവമെലി തന്റെ ഇഷ്ടദേവനായ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് മോനായി കാണിക്കുന്നത്. അതെ, ഈ എലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാനം ദേ പൂച്ച എന്ന് പറയുമ്പോ ഈ എലി പേടിക്കും. അപ്പൊ എലിയുടെ മുഖം നമുക്ക് കാണേ. റെഡി സാർ? റെഡി. സർവേശ്വരനായ പരമേശ്വരന്റെ പുത്രനെ ഗണപതി ഭഗവാനെ, അവിടെ നീ സാധുവിനെ രക്ഷിക്കണേ. നാട്ടിൽ മാർജാരത്തെണ്ടികളുടെ ശല്യം വല്ലാതെ ഇൻക്രീസ് ആയിരിക്കുന്നു. അവിടെ നീ റാസ്കൽസിനെ വാനിഷ് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ എനിക്ക് ക്രൂവലായിട്ടുള്ള റിവെഞ്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. അല്ല, മോനായി ഇപ്പൊ ഒരു നമ്പർ അവതരിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ട് പാട്. അതെ, ആരാന്ന് വെച്ചാൽ വേഗം മുന്നോട്ട്. എനിക്ക് മനസ്സിലായി സാറുമാരുടെ ഐഡിയ. മറ്റേ കാസറ്റിൽ പാടിയ പാർട്ടി. എന്താ, നിങ്ങൾക്കാർക്കും പാട്ടറിയില്ല? അവരുടെ പാടുന്നു. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ഹിന്ദി പറ്റില്ല. ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ് ഒട്ടും പറ്റില്ല. മലയാളം? മലയാളം മാത്രമല്ല, നമ്മൾ ആരും ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പാട്ടും ആവരുത്. അതെങ്ങനെയാ ആരും കേട്ടിട്ടില്ലാത്ത പാട്ട്? അതായത് ഉദാഹരണത്തിന്, നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടിന്റെ ആദ്യത്തെ 4 വരി രവി പാട്. അതിന്റെ ബാക്കി പാടുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസ്. ഓക്കെ? ഇതിന്റെ ബാക്കി പാട്. ഈ പാട്ടിന്റെ ബാക്കി അറിയാവുന്നവരാരോ ഈ കൂട്ടത്തിലുണ്ട്? കമാൺ. നല്ല പാട്ട്, ബാക്കിയും കൂടെ പാട് രവി. ബാക്കി ഇവരാരെങ്കിലും പാടട്ടെ മുത്തശ്ശി, അതാണല്ലോ മത്സരം. ഞങ്ങൾ അറിയില്ല. ബാക്കി രവി തന്നെ പാട്. ബാക്കി എനിക്കും അറിയില്ല മുത്തശ്ശ. കള്ളം, പച്ച കള്ളം. ഈ പാട്ട് ഇവരുടെ ഔട്ട് ഹൗസിൽ നിന്ന് ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. രവിന് അറിയാം, ചുമ്മാ നമ്പരാ. മറന്നുപോയി. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. പഠിച്ചിട്ട് വരാം. ഞാൻ എന്റെ കഴുത്തിൽ കയറ് കെട്ടിട്ട് അത് ഞാൻ ഇട്ട് തരാം. എന്നിട്ട് എന്നെ വലിക്കണേ. അപ്പൊ ഞാൻ വരാം. അസൂയ അസൂയ അസൂയ. ഒരാഴ്ച കൂടെ പന്നീനെ കുറിച്ച് ഞാൻ പൂച്ചയ്ക്ക് വെച്ചത് മോനായിക്ക് കൊണ്ട്. മോനായിടാ. താഴെ വീണ കൂവിക്കോട്ടെ. കൂവിക്കോ, പക്ഷേ ഒരു റൗണ്ട് ഈ ഫാമിന് ചുറ്റും കറങ്ങി വന്നാ അപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. നീയൊക്കെ സത്യത്തിൽ അമ്മി ചേച്ചിക്ക് റൈഡിങ് അറിയാവോ? What a question. ഈ റൈഡിംഗ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞോണ്ടൊന്നും കാര്യമില്ല. ഇതൊരു ആർട്ടാണ്. നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. അഭിരാമി വേണ്ട, അവൻ വികൃതിയാ. പരിചയമില്ലാത്തവർക്ക് അവനെ റൈഡ് ചെയ്യാൻ പറ്റില്ല. താഴെ ഇറങ്ങ്. പരിചയം എന്ന് വെച്ചാൽ എങ്ങനെയാ? ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ. അല്ല, മനസ്സിലായില്ല. അത് താഴെ വീഴുമ്പോ താനെ മനസ്സിലാവും. അതെ, റൈഡ് ചെയ്യാൻ മോഹം ഉണ്ടെങ്കിൽ ഇവിടെ പോണിയുണ്ട്. അയ്യാടാ, ആ ഏണിയിലേ ചേട്ടൻ അങ്ങ് റൈഡ് ചെയ്താ മതി. എന്നാ പിന്നെ അനുഭവിച്ചു തന്നെ പഠിക്ക്. ഓ പഠിച്ചോളാം.
പോ പോ. ഇതെന്താ അനങ്ങാത്തെ? തള്ളണോ? Go, I say. Go. Go. Sorry, Ami. ഈ ആർട്ട് ഓഫ് റൈഡിംഗ് പറയുന്നത് ഇങ്ങനെ പൊത്തോന്ന് വീഴുന്നതാ. Shut up. ചിലപ്പോ വീണുന്നൊക്കെ വരും. അതുകൊണ്ടൊന്നും ആമി തോൽക്കില്ല. കാണിച്ചുതരാ ഞാൻ. വീഴ്ചകളിൽ നിന്ന് പഠിക്കണം കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ. അല്ലാതെ ചുമ്മാ ഈഗോ കയറി വീണ്ടും അബദ്ധം കാണിച്ചാൽ മണ്ടത്തരമാണ്. അത് അഭിരാമിയെ പോലൊരു കുട്ടി. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ഓക്കെ, ആരെങ്കിലും ഒന്ന് ഉന്തി തള്ളി കൊടുക്ക്. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അഭിരാമിക്ക്. അയ്യോ പ്ലീസ് ആമി, അത് വേണ്ട, കുറച്ച് കൂടി പോകും. കൂടി പൊട്ടക്കണ്ണാടി, ഞാൻ പറയുന്നത് നീ അനുസരിച്ചാ മതി. അയാളെന്നാ വൈൻ സെഷൻ പൊളിച്ചു. ഇപ്പതാ അയാളെ കുതിരയെ നോക്കി എന്തോ ഒരു സിഗ്നൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ താഴെ വീണത്. അയാൾക്കിട്ടൊരു താങ്ങ് താങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. മാങ്ങാ തൊലി, എടി നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഉറക്കെ ദാ ആമി കരയുന്നു, മുത്തശ്ശ ഓടി വരൂ എന്ന് വിളിച്ചു പറഞ്ഞാ മതി. വാ, കം ഓൺ. പാമ്പല്ല, കുതിര. ആദ്യം ഞാൻ കരുതിയത് പാമ്പാന്നാ, പിന്നെ അത് ഷേപ്പ് മാറി കുതിരയായി. കൂടെ ഒരു എക്സ്പേർട്ട് റൈഡറും, ബെത്ലഹേം ഡെന്നിസ്. അഭിരാമി കളി വേണ്ട. വീഴ്ചകളിൽ നിന്നും ഞാൻ മാത്രം പഠിച്ചാ പോരല്ലോ, ഇയാളും കൂടി ഒന്ന് പഠിക്ക്. എന്തായി കാണിക്കുന്നേ? കാണിക്കാൻ പോണേ ഉള്ളൂ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. അയാള് ബാത്റൂമില്. മുത്തശ്ശ, അയ്യോ, ആരെങ്കിലും ഓടി വരണേ. മുത്തശ്ശ, ഓടി വരണേ. ആമി കരയുന്നു. ഔട്ട് ഓഫ് ദി ബാത്റൂമില്. അയ്യോ, ഓടി വരണേ. മുത്തശ്ശ, മുത്തശ്ശ, അയ്യോ, എന്നെ കേറി പിടിച്ച. അയ്യോ, പിടിച്ചതല്ല, ഞാൻ ആരെങ്കിലും ഓടി വരണേ. ആമിക്ക് എന്ത് പറ്റി? ആമി മുത്തശ്ശ, ഓടി വരണേ. മുത്തശ്ശി, ഓടി വരണേ. മുത്തശ്ശ, ഓടി വരണേ. അയ്യോ, എന്താ ഡെന്നിസ്, എന്താ ഉണ്ടായത്? എന്താ എന്ത് പറ്റി? ഈ അഭിരാമി ബാത്റൂമില് വെറുതെ എന്നെ ഈ പാമ്പുണ്ടെന്ന് പറഞ്ഞ് പാമ്പോ? ചുമ്മാ. മുത്തശ്ശ, ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോ ഇയാളെന്റെ പിന്നാലെ കയറി വന്നു മുത്തശ്ശ. എന്നിട്ട് എന്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞു മുത്തശ്ശി. അയ്യോ ഇല്ല, കള്ളം. അഭിരാമി ഇങ്ങനെ കള്ളം പറയരുത്. ഇതിനകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴാ ഞാൻ. കള്ളം. ആരെങ്കിലും കയറി നോക്കോ അതിനകത്ത് പാമ്പുണ്ടോന്ന്? എനിക്കിനി ജീവിക്കണ്ട, ഞാൻ സൂസൈഡ് ചെയ്യും. No, she is lying. മുത്തശ്ശ, she is lying. Get lost, you scoundrel. പുറത്താക്കണം ആ തെമ്മാടിയെ. എന്റെ ക്യാരക്ടർ അനുസരിച്ച് തല്ലി ഓടിക്കുമായിരുന്ന റാസ്കലിനെ. നിന്റെ ഫ്രണ്ടാണല്ലോ, അതുകൊണ്ടാണ് നിന്നോട് പറയുന്നത്. ഇനി അവനെ ഇവിടെ പൊറപ്പിക്കാനാവില്ല. മുത്തശ്ശ, അവൻ എന്റെ പാർട്ട്ണറാ. പെട്ടെന്ന് പുറത്താക്കാന്നൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ സ്വഭാവമുള്ളവരായിട്ട് എന്തിനാ മോനെ പാർട്ട്ണർഷിപ്പ്? അത് വിടണം. അവന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് പറയേ, ഞാൻ തരാൻ പണം കൊടുത്തു പറഞ്ഞേക്കേ. അല്ല മുത്തശ്ശ, ഇപ്പൊ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലോ. ബാത്റൂമിൽ അവനൊന്നും അറിയാതെ കയറി പോയതല്ലേ. ലുക്ക് രവി, അന്ന് കുട്ടികൾ താമസിക്കുന്ന മുറിയിൽ രാത്രി പൂച്ചക്കുട്ടിയുമായി അവൻ കയറിയപ്പോഴേ എനിക്ക് അവന്റെ ക്യാരക്ടർ കിട്ടി. ഇന്നിപ്പോ ഇതാ ബാത്റൂമില്. നാളെ അവൻ എവിടെയൊക്കെ കയറും, എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അനുസരിക്കേ. പ്രായമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ല, 5 പേരാ. ഇൻഡോ പാക് വാർ ടൈമിൽ ബോംബ് സ്ക്വാഡിനെ ലീഡ് ചെയ്ത് ഞാൻ പാകിസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്ത് കയറിയിട്ടുണ്ട്. അന്നില്ലാത്ത ടെൻഷനാ ഇന്ന് ഈ വളർന്ന പെൺകുട്ടികളുമായി ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. മുത്തശ്ശ, എനിക്ക് അവനോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. അതിലും ഭേദം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാ. ഞാൻ പറയും, അവന്റെ ഷെയർ മണി മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഗോ ടു ഹെൽ എന്ന് ഞാൻ പറയും. എനിക്ക് അവനോട് പണം കൊടുത്താൽ തീരാത്തത്ര കടപ്പാടുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അവൻ. ജീവൻ രക്ഷിച്ചിട്ടോ? അതെ മുത്തശ്ശ, 2.5 വർഷം മുമ്പുള്ള ഏപ്രിൽ മാസ രാത്രിയിൽ മേട്ടുകുളം ബൈസൺ വാലി റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ലോറി എന്റെ ജീപ്പിലിടിച്ച് തെറിച്ച് നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് അമ്മേ മുത്തശ്ശ മുത്തശ്ശി എന്ന് ഞാൻ വാവിട്ട് കരഞ്ഞപ്പോ അതുവഴി പലരും കടന്നുപോയെങ്കിലും ആരും നിർത്തിയില്ല. ഒടുവിൽ ഈ ഡെന്നീസ് ആണ് എന്നെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്.
എന്നിട്ട് എനിക്ക് 6 കുപ്പി ബ്ലഡ് അവൻ തന്നു. അയ്യോ ആ ചോര കൊണ്ടാണ് മുത്തച്ഛന്റെ രവി ജീവിച്ചിരിക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ അറിയിച്ചില്ലല്ലോ മോനെ. സമയമാകുമ്പോ അറിയിക്കാന്ന് കരുതിയിട്ടാ. അതൊക്കെ ശരിയാവും, എന്നാലും അവന്റെ മോറൽ സൈഡ് അത്ര കറക്റ്റ് അല്ല. മേലിൽ അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ ഇത് അങ്ങനെ വിട്ടുകളയാവുന്ന ഇൻസിഡന്റ് ആണോ? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ആമി ചേച്ചി മുദ്രയ്ക്കാൻ ടോയ്ലറ്റിൽ കയറിയപ്പോ ആങ്കിൾ ഒളിഞ്ഞു നോക്കി. അച്ഛി ഓടിയോടുന്നു. ആമിയുടെ ദാനിക്കണോ? ആമിയുടെ വന്നേ. നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ പോയത്? ടോയ്ലറ്റിൽ പോണെന്ന് തോന്നുമ്പോ ടോയ്ലറ്റിൽ തന്നെയല്ലേ പോണ്ടേ, അല്ലാണ്ട് കിച്ചണിൽ പോയിട്ട് കാര്യമുണ്ടോ? ഇത്രയും വലിയ വീട്ടിൽ എത്ര ടോയ്ലറ്റ്സ് ഉണ്ട്, എന്നിട്ട് നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ തന്നെ പോയെന്നാ ഞാൻ ചോദിച്ചത്. അത് അതിന്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. നീ അതിനകത്ത് കയറിയിട്ട് പാമ്പ് പാമ്പ് എന്ന് ഉറക്കെ വിളിച്ചോ? അയ്യേ, എന്താ രവിയേട്ടത്? ആരെങ്കിലും ടോയ്ലറ്റിൽ കയറി പാമ്പ് പാമ്പെന്ന് വിളിക്കുവോ? ചിലര് മൂളിപ്പാട്ട് പാടുന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ അതും കൂടി ചെയ്യില്ല. നീ ആ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണന് ദേഷ്യം തീർക്കാൻ ഡെന്നീസിനിട്ട് വേല വെച്ചതല്ലേ? എന്റെ ഗുരുവായൂരപ്പ, കുതിര പുറത്തുനിന്ന് വീണ കുതിരയോടല്ലേ ദേഷ്യം തോന്നണ്ടേ? രവിയേട്ടൻ പറഞ്ഞു കേട്ടതൊന്നും ഞാൻ ടെന്നീസിന്റെ പുറത്തുനിന്ന് വീണേന്ന്. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എല്ലാരും ചെയ്യുക ഡോർ ലോക്ക് ചെയ്യുക എന്നുള്ളതാ. നീ ഡോർ തുറന്നിട്ടാണോ സാധാരണ കാര്യം സാധിക്കുന്നത്? ഏയ്, ഞാൻ അടയ്ക്കും. പിന്നെ അടച്ച ബാത്റൂമിനകത്ത് ടെന്നീസ് എങ്ങനെ കയറി? അത് അതിന്റെ ലോക്ക് അടയുന്നില്ല. കള്ളം, പച്ച കള്ളം. അതിന്റെ ഡോറിന്റെ ലോക്കിന് യാതൊരു കുഴപ്പമില്ല. മുത്തച്ഛ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. അല്ല, അവള് ചിലപ്പം കുറ്റിയിടാൻ മറന്നുപോയതായിരിക്കും. ആ തുറന്ന് കിടക്കുന്ന ഒരു ബാത്റൂമിനകത്ത് അറിയാതെ കയറി പോയത് അത്ര വലിയ തെറ്റാണോ? ദായോടെ തന്നെ സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? അത് രവിയേട്ടാ ഒന്നുമില്ല. വളർന്ന് പോത്ത് പോലെ ആയിരുന്നു ഞാൻ നോക്കില്ല. പെടയാൻ വെച്ചേരും. സത്യം പറയേ. സത്യം ആമി, ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. ഞാൻ പാമ്പ് പാമ്പെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഡെന്നിസ് ഓടി വന്നത്. മുത്തശ്ശ കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. വേണ്ട, അടിക്കൊന്നും വേണ്ട. ആമി കമിയർ, മുത്തച്ഛന്റെ കുട്ടി തമാശ കാണിച്ചായിരുന്നു. നിന്നെ ആ കോർണറിൽ പോയി പുറത്തിരുന്നേക്ക്. ഞാൻ പറയുന്നവർ ഇറങ്ങിപ്പോരുത്. അവിടെ സംസാരിക്കാൻ പാടുണ്ടോ? ഓക്കേ. ഇവൾക്ക് ഇതൊന്നും കൊടുത്താ പോലെ ശിക്ഷ. തല കീഴവിടെ കെട്ടി തൂക്കിയിടണം. എടാ, നീ ആ ഡെന്നീസിനെ ഒന്ന് വിളിക്കേ. എനിക്ക് അവരോട് സോറി പറയണം. സോറി പറഞ്ഞാൽ മാത്രം പോരാ, മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അവനോട് കുറച്ചും കൂടി അടുപ്പം കാണിക്കണം. നിങ്ങളൊക്കെ വെക്കേഷന് വരുന്നു എന്ന് കേട്ടപ്പോ അവന്റെ ഒരു സന്തോഷം കാണുമായിരുന്നു. ആരും ഇല്ലല്ലോ അവന്. നിങ്ങളൊക്കെ തിരിച്ചു പോകുന്നതുവരെ എന്നെ പോലെ തന്നെ അവനെയും കാണാൻ തയ്യാറാവണം. പ്ലീസ്, ഇതെന്റെ ഒരു അപേക്ഷയാണ്. പാവം കുട്ടി, നമ്മൾ അവനെ വല്ലാതെ അവോയ്ഡ് ചെയ്തു ചില നേരത്തൊക്കെ.